Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon. Okay. Good afternoon, ma'am. നമ്മുടെ ആദ്യത്തെ ക്ലാസ് ആണല്ലേ? എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എളുപ്പമായിരുന്നു മാം. എക്സാം എളുപ്പമായിരുന്നു മിസ്. എളുപ്പമായിരുന്നു. എത്ര മാർക്ക് കിട്ടും? എനിക്കൊരു 35-40 മാർക്കകത്ത് കിട്ടും. 40 മാർക്ക് കിട്ടും. കിട്ടും. നമ്മുടെ ടോട്ടൽ എത്രയിലാണെന്ന് അറിയോ? ഹലോ, ടോട്ടൽ എത്രയിലാണെന്ന് അറിയോ? ടോട്ടൽ മാർക്സ് 100-100 35-40 അതിൽ കൂടുതൽ അറിയത്തില്ല. കുറെയൊക്കെ തെറ്റിയാൽ അല്ല മാം, കുറെ കൺഫ്യൂഷൻസ് വന്നായിരുന്നു. ക്വസ്റ്റ്യൻസ് കുറെ കൺഫ്യൂഷൻ വന്നായിരുന്നു ഇടയ്ക്ക് മറിക്കൊക്കെ. കുറെയൊക്കെ ശരിയും തെറ്റൊക്കെ വന്നായിരുന്നു. കാരണം നമ്മള് പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് ക്വസ്റ്റ്യൻ വായിച്ച് പോയല്ലേ, അപ്പൊ ഇടയ്ക്കൊക്കെ മിസ്റ്റേക്ക് വന്നായിരുന്നു. 40 എളുപ്പമാണെന്ന് പറഞ്ഞത് എത്ര മാർക്ക് കിട്ടും? അവസാനം ഞാനൊരു 90-85 ഒക്കെ മേ ബി. അറിയത്തില്ല, ഞാൻ അങ്ങനെ നോക്കിയില്ല എത്ര ശരിയാവും തെറ്റാവുന്നൊന്നും. ബട്ട് ഐ തിങ്ക് സോ, ഒരു 85 ഒക്കെ മേ ബി. അറിയില്ല മിസ്, നോക്കാം. മാം, എന്റെ ഒരു എക്സ്പെക്ടേഷനിൽ എനിക്ക് എന്തായാലും ഒരു 95-96 ആ റേഞ്ച് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ചിലപ്പോ ഈ ആഴ്ച ചിലപ്പോ വരായിരിക്കും, അടുത്ത ആഴ്ച വരെ ആയിരിക്കും റിസൾട്ട്. അറിയില്ല, 2 ദിവസത്തിനുള്ളിൽ റിസൾട്ട് ഉണ്ടാവും ചിലപ്പോ. ഓക്കെ. റിസൾട്ട് എന്നാ മാം വരുന്നേ? എന്താണ് റിസൾട്ട് എന്നത്തേക്കാ വരുന്നത്? എനിക്ക് കറക്റ്റ് ഡേറ്റ് അറിയില്ല. ചിലപ്പോ 2 ദിവസത്തിനുള്ളിൽ വരാം, ചിലപ്പോ ഈ അടുത്ത ആഴ്ച വരാം. അടുത്ത ആഴ്ച ആയിരിക്കാം ചിലപ്പോ. അപ്പോ ഇനി നമ്മള് 3rd and 4th മൊഡ്യൂളിലോട്ട് കിടക്കണേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് പോലെയല്ല, 3rd, 4th മൊഡ്യൂള് ലെങ്തിയാണ്. ഇപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ 3 കുഴപ്പമില്ല കേട്ടോ, അത് നല്ല എളുപ്പമാണ്. 2 ദിവസത്തിനുള്ളിൽ തീരും, 2 ദിവസം കൊണ്ട് അത് തീർക്കാം. ബാക്കിയൊക്കെ ചാപ്റ്റേഴ്സ് 3 ചെറുതും വലുതുമായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. ചിലപ്പോ നിങ്ങൾക്ക് പറയുമ്പോൾ ബോറടിക്കും, ചിലപ്പോ ഉറക്കം വരും, ചിലപ്പോ പറയുന്നത് തന്നെ പോലെ പറയുന്നത് തോന്നാം അല്ലെ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ക്വാളിറ്റി മാനേജ്മെന്റ്, അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ഓരോ വരിയിലും ക്വാളിറ്റി എന്ന് അങ്ങനെയാണ് പറയുന്നത്. ഇത് അതെടുക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാലും ഓരോ വരിയിലും സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ബോറടിക്കാം, നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ. അതുപോലെ ഈ ചാപ്റ്റേഴ്സ് ആണ്. അപ്പോ അതുകൊണ്ട് തന്നെ അന്നാന്ന് എടുക്കുന്ന പോർഷൻ അന്നാന്ന് തന്നെ പഠിച്ചിട്ട് പോവാം. ഓക്കെ, അല്ലെങ്കിൽ വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സിൽ, നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ കയറാത്തവരെ റെക്കോർഡിംഗ് ക്ലാസ് നിർബന്ധമായിട്ട് കണ്ടിട്ട് വേണം അടുത്ത ക്ലാസ്സിലോട്ട് ഇരിക്കാനായിട്ട്, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. ഓക്കെ, നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് വേണം നമ്മുടെ മൊഡ്യൂൾസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോ എന്തെങ്കിലും മോക്ക് ടെസ്റ്റിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. അതിൻ്റെതായിട്ടുള്ള ടീച്ചേഴ്സ് ഇപ്പോ ഡിസ്ചാർജ് പ്രോസസ്സിൽ എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, അങ്ങനെ ചെയ്യാം. ഓക്കെ. അപ്പോ 3rd മൊഡ്യൂളില് ചാപ്റ്റർ 1 സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഡിസ്ചാർജ് പ്രോസസ്. എന്താണ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? എന്താ ഡിസ്ചാർജ്? അഡ്മിഷൻ ഡിസ്ചാർജ്. കേട്ടോ, ടൈപ്പ് ചെയ്താൽ മതി. നിങ്ങൾ ചിലപ്പോ പറയുമ്പോ ചിലപ്പോ
ഡിസ്റ്റർബൻസ് വരും, കേൾക്കാൻ പറ്റില്ല. ഒന്ന് മൈക്രോഫോൺ ഓക്കെ. എന്താണ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാല്? അത് തന്നെ. എന്താണ്, ഇപ്പൊ ഒരു രോഗം വന്നു അല്ലെ, ഒരു അസുഖം വന്നു, ഒരു ഡിസീസസ് വന്നു, നമ്മൾ ഡോക്ടറെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിസ്ചാർജ് ആയി പോകുന്നു അല്ലെ. ഹോസ്പിറ്റലിൽ നിന്ന് നമ്മള് ഹോസ്പിറ്റലിൽ വിട്ടു പോകുന്നു അല്ലെ. അതിനെയാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. പലർക്കും അല്ലെങ്കിൽ എല്ലാവർക്കും അനുഭവമുള്ളവരാണ് അല്ലെ, നമ്മള് അഡ്മിറ്റ് ആയിട്ട് നമ്മള് ഡിസ്ചാർജ് ആയി പോകുന്നത്. ഇപ്പൊ ഡെലിവറി ആയാലും അതുപോലെ തന്നെ ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ അഡ്മിറ്റ് ആവാത്തവരുണ്ടാവാം അല്ലെ. എല്ലാവർക്കും അനുഭവമുള്ള ഒരു കാര്യമാണ് എന്ത്? ഡിസ്ചാർജ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, നോക്കാം. ഇൻട്രൊഡക്ഷൻ നോക്കാം കേട്ടോ. നമുക്ക് ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ സൗണ്ട് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ ചിലപ്പോ സൗണ്ട് കുറച്ച് പറയുള്ളൂ. സൗണ്ട് കുറച്ചാണ് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും നിനക്ക് കേൾക്കാൻ പറ്റായി, അങ്ങനെ മനസ്സിലായില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ, നോക്കാം. ഇൻട്രൊഡക്ഷൻ നോക്കാം. The discharge from hospital is the formal release of patient from a hospital after a procedure of a course of treatment. എന്താണ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാല്? ആ ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ചോദിക്കാറുണ്ട് ഡിസ്ചാർജ് എന്താണെന്നുള്ളത്. ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. A discharge from hospital is a ഫോർമൽ റിലീസ് എന്ന് പറയുന്നുണ്ട് അല്ലെ. എന്താണ് ഫോർമൽ റിലീസ് എന്ന് പറഞ്ഞാല്? ഫോർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർമൽ എന്താണ്? ഫോർമൽ എന്ന് പറഞ്ഞാല് ഔപചാരികമായിട്ടുള്ള, ഒഫീഷ്യൽ അല്ലെങ്കിൽ ഔപചാരികമായ. റിലീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോചനം, മോചിപ്പിക്കുന്നത് അല്ലെ. Discharge from hospital is a formal release of patient from a hospital after the procedure of a course of treatment. ആ കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ്, ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ട് അവിടെ നിന്ന്, ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസിന് കൊടുക്കുന്ന ഒരു ഫോർമൽ റിലീസിനെയാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് അല്ലെ. ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസിന് കൊടുക്കുന്ന ഒരു ഫോർമൽ റിലീസ് ആണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ചികിത്സയുടെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് രോഗികളെ ഫോർമലായിട്ട് മോചിപ്പിക്കുന്നു. അതിനെയാണ് നമ്മള് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, അത്തരത്തിലുള്ള ഒരു പ്രോസസ്സിനെയാണ് ഡിസ്ചാർജ് പ്രോസസ് എന്ന് പറയുന്നത്. A discharge happens whenever a patient leaves hospital on the completion of treatment. ഇനി ഏതൊക്കെ രീതിയിൽ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്? എന്താണ്? കംപ്ലീഷൻ ഓഫ് ട്രീറ്റ്മെന്റ് അല്ലെ. ട്രീറ്റ്മെന്റ് പൂർത്തിയാകുമ്പോൾ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട് അല്ലെ. രോഗിയുടെ ഹെൽത്ത് കണ്ടീഷൻ ബെറ്റർ ആയി എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ചാർജ് എഴുതി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ സൈനിങ് ഔട്ട് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഇത്തരത്തിലുള്ള ഒരു സെയിം റിലേറ്റഡ് ആയിട്ടുള്ള എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ചാപ്റ്റേഴ്സിൽ സൈനിങ് ഔട്ട് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും പേരുകൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഡാമ, വെരി ഗുഡ് അല്ലെ. ഡാമ, അതുപോലെ തന്നെ ലാമ. ഈ പോർഷനിൽ പഠിക്കൂ കേട്ടോ. അടുത്ത പേജിലൊക്കെ പറയുന്നുണ്ട്. ലാമ, ഡാമ, അതുപോലെ തന്നെ ഇതിന്റെ ഫുൾ ഫോം എന്താ? സാമ. പറയാൻ പറ്റുമോ അല്ലെ? സൈനിങ് ഔട്ട് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അല്ലെ. അപ്പൊ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. സാമ, ഡാമ, പിന്നെ അതുപോലെ തന്നെ ലാമ, LAMA, ലാമ. അതൊക്കെ എന്താണ്? സെയിം കൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ. എന്താണ് ഡാമ എന്ന് പറഞ്ഞാല്? അതിന്റെ കൺസെപ്റ്റ് എന്താ? എന്താണ് അതിന്റെ കൺസെപ്റ്റ്?
എന്താണ് ഇതിന്റെ കൺസെപ്റ്റ്? എന്താണ് ഡോക്ടറിന്റെ അല്ലെങ്കിൽ ഡോക്ടർ ഡിസ്ചാർജ് കൊടുക്കാതെ രോഗികളോ അല്ലെങ്കിൽ അവരുടെ ഫാമിലീസോ നിർബന്ധിപ്പിച്ച് ഡോക്ടറിനെ കൊണ്ട് ഡിസ്ചാർജ് വാങ്ങിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നത്. അതിനെയാണ് നമ്മള് ഡാമ അല്ലെങ്കിൽ സാമ അല്ലെങ്കിൽ ലാമ എന്ന് പറയുന്നത്. മനസ്സിലായോ? സെയിം കൺസെപ്റ്റ് ആണ്, പേരിന് മാത്രം വ്യത്യാസം വരുന്നുള്ളൂ അവിടെ. ഓക്കെ, സാമ, ഡാമ, ലാമ. ഇനി നെക്സ്റ്റ് നോക്കിയേ, ട്രാൻസ്ഫറിങ് ടു അനദർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലോട്ട് ഒരു രോഗിയെ കൊണ്ടുവന്നു. പക്ഷെ ഒരു എമർജൻസി കേസ് ആയിട്ടാണ് കൊണ്ടുവന്നത്. ആ രോഗിക്ക് അവിടെ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ടുള്ള ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവര് എന്ത് ചെയ്യും? അവിടെ തന്നെ അഡ്മിറ്റ് ആക്കാന്ന് പറയോ? എന്താ ചെയ്യാ? റെഫർ ചെയ്യും. എവിടേക്ക് റെഫർ ചെയ്യും? നല്ല രീതിയിലുള്ള, ഇപ്പൊ അവര് 2-3 ഹോസ്പിറ്റലിന്റെ പേരൊക്കെ പറയും അല്ലെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടേക്ക് കൊണ്ടുപോവാം, അല്ലെങ്കിൽ സിക്ക് കൊണ്ടുപോവാം, ആസ്ട്രേക്ക് കൊണ്ടുപോവാം, അല്ലെങ്കിൽ അമൃത, അവിടേക്കൊക്കെ കൊണ്ടുപോവാം. എന്താ ഞങ്ങൾ റെഫർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എവിടെയെങ്കിലും സെലക്ട് ചെയ്തിട്ട് കൊണ്ടുപോവാന്ന് പറയും അല്ലെ. എന്ത് ചെയ്യുന്നുണ്ട്? അപ്പൊ വേറെ നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഉള്ള നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ രീതിയിലുള്ള ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുന്നു. അങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞാലും എന്താണത്? അവിടെ നിന്നും കിട്ടുന്നത്, കൊടുക്കുന്നത് എന്താണ്? ഡിസ്ചാർജ് ആണ് അല്ലെ. പിന്നെന്താ? ഓർ ഓൺ ഡെത്ത്. നമ്മള് രോഗി മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് രോഗി മരിച്ചു, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കിടന്ന് രോഗി മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ബോഡി വിട്ട് തരുന്നുണ്ട് അല്ലെ. എവിടേക്ക്? ഫാമിലീസിലേക്കോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്കോ എന്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്? ബോഡി വിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് ആ ബോഡി വിട്ട് കൊടുക്കുന്നുണ്ട്. അവിടെയും ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ എന്താണ്? ഡിസ്ചാർജ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞത് ട്രീറ്റ്മെന്റ്, കംപ്ലീഷൻ ഓഫ് ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ രോഗിയെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അതുപോലെ തന്നെ സാമ, ഡാമ അല്ലെ, സൈനിങ് ഔട്ട് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അല്ലെ. രോഗികളെ നിർബന്ധിപ്പിച്ച് ഡോക്ടറെ കൊണ്ട് ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് പോകുന്ന ഒരു അവസ്ഥ. അതുപോലെ തന്നെ എന്താണ്? ട്രാൻസ്ഫറിങ് ടു അനദർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ അനദർ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക്, അനദർ ഹെൽത്ത് കെയർ മേഖലകളിലേക്ക് നമ്മൾ റെഫർ ചെയ്യുന്നത്. അതും ഡിസ്ചാർജ് ആണ്. അതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി വിട്ട് തരുന്നതും ഡിസ്ചാർജ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, വായിച്ചു നോക്കിയേ. ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. നമ്മുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കൊടുത്തേ. നമ്മുടെ ഫുൾ ഫോം നമ്മൾ അടുത്ത പേജിൽ പഠിക്കും. നമ്മുടെ ഫുൾ ഫോം ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് നമ്മൾ ഇനി അടുത്ത പോർഷനിൽ പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയാറുണ്ട് കേട്ടോ.
Okay, introduction വായിച്ചു കഴിഞ്ഞോ? Okay, next types of a hospital discharge procedures. Okay, നോക്കാം. Routine discharge ഉണ്ട്, AMA discharge ഉണ്ട്, transfer to another hospital facility, discharge to hospice or palliative care. അത്തരത്തിലുള്ള ടൈപ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുന്നുണ്ട്. First one ആണ് ഇന്ന് routine discharge. A planned discharge on advised doctors. A routine discharge is referred to as the process of a patient being discharged from a hospital or healthcare facility after getting medical treatment or care. അപ്പൊ എന്താണ് റുട്ടീൻ ഡിസ്ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഡിസ്ചാർജ് ആണ്. ഓക്കെ, ഒരു രോഗിക്ക് രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നല്ല രീതിയിൽ ചികിത്സ കൊടുത്ത് അദ്ദേഹത്തിന്റെ കണ്ടീഷൻ ബെറ്റർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് എന്താണ് ഡിസ്ചാർജ് എഴുതി കൊടുക്കും അല്ലെ. ഇപ്പൊ 2 ഒരാഴ്ചയൊക്കെ കിടന്നു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കണ്ടീഷൻ ബെറ്റർ ആയി, ഇനി എന്താണ് ഇവിടെ കിടത്തി ചികിത്സിക്കേണ്ട ആവശ്യമില്ല എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ എന്ത് ചെയ്യും, വീട്ടിലേക്ക് പൊക്കോളും, ഡിസ്ചാർജ് ചെയ്യാം എന്ന് പറയും. അതാണ് റുട്ടീൻ ഡിസ്ചാർജ്. സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്ന അല്ലെങ്കിൽ സാധാരണയായിട്ട് കൊടുക്കുന്ന ഡിസ്ചാർജിനെയാണ് റുട്ടീൻ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. The healthcare team will then provide the patient with the information about their condition. ഇനി അപ്പോൾ ഡിസ്ചാർജ് കൊടുക്കുന്ന സമയത്ത് ഡോക്ടേഴ്സ് അല്ലെ, നഴ്സുമാരുണ്ടാവും, അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ഉണ്ടാവും അല്ലെ. ആ ഹെൽത്ത് കെയർ ടീം എന്ത് ചെയ്യുന്നുണ്ട്, രോഗിയുടെ കണ്ടീഷനെ കുറിച്ച് പറയും അല്ലെ. ഇപ്പൊ ബെറ്റർ ആയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ ബെറ്റർ ആയിട്ടുണ്ട്, നമുക്ക് വീട്ടിലേക്ക് പോവാം എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള രോഗിയുടെ കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ മെഡിക്കേഷൻസ്, മരുന്നുകൾ എങ്ങനെ കഴിക്കണം, എത്ര എണ്ണം ഉണ്ട്, കാലത്ത് കഴിക്കേണ്ടത് എത്ര എണ്ണമാണ്, ഉച്ചയ്ക്ക് എങ്ങനെയാണ് അതിന്റെ ഡോസ് അല്ലെ, അത് എങ്ങനെയാണ് ഇപ്പോ സിറപ്പുകളൊക്കെ ആണെങ്കിൽ എത്ര ml വെച്ച് നമ്മൾ കുടിക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും മെഡിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും രോഗികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫോളോ അപ്പ് കെയർ, പിന്നെന്താ ആൻഡ് എനി ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നെസസറി ഫോർ ദം. ഇനി അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ, ഡയറ്റ് പ്ലാൻ, അതുപോലെ തന്നെ എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. ഇന്ന ഫുഡുകൾ കഴിക്കാൻ പാടില്ല, ഇന്ന എക്സസൈസ് വേണം ചെയ്യാനാണ്. ഇപ്പൊ സ്ട്രോക്ക് ഒക്കെ വന്ന പേഷ്യന്റ് ആണെങ്കിൽ എന്താണ് അവിടെ നമ്മൾ വീട്ടിൽ പോയിട്ട് എങ്ങനെയുള്ള കാര്യങ്ങൾ എക്സസൈസ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ പ്രമേഹമുള്ള രോഗികൾക്കൊക്കെ ആണെങ്കിൽ എന്തൊക്കെ ഫുഡുകളാണ് കഴിക്കാൻ പാടില്ലാത്തത്, എത്ര രീതിയിലുള്ള ഫുഡുകൾ നമ്മൾ കഴിക്കണം, എങ്ങനെയുള്ള ഫ്രൂട്ടുകളായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെ, ഭക്ഷണത്തിന്റെ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലേ. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിൽ ചെയ്യുന്നത് റുട്ടീൻ ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോ സാധാരണയായിട്ട് കൊടുക്കുന്ന ഡിസ്ചാർജ് ആണ് ഒരു രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്മിറ്റ് ആയി പിന്നീട് ഹെൽത്ത് കണ്ടീഷൻ ബെറ്റർ ആകുമ്പോൾ ഡോക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് റുട്ടീൻ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡിസ്ചാർജിന്റെ സമയത്ത് രോഗികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽത്ത് കെയർ ടീം കുറച്ച് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനെ കുറിച്ചിട്ടാണ് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ്, മെഡിക്കേഷൻസിന്റെ കാര്യങ്ങള്, ഫോളോ അപ്പ് കെയർ, അതുപോലെ തന്നെ ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് ആണ് AMA ഡിസ്ചാർജ്. AMA എന്ന് പറഞ്ഞാൽ എന്താണ്? AMA discharge indicates, underline ചെയ്യാം, എന്താണ്? Against medical advice. Underline ചെയ്ത് വെക്കാം കേട്ടോ. AMA യുടെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്, underline ചെയ്യാം. Against medical advice discharge which occurs
When a patient takes a decision to leave a hospital or healthcare facility before their treatment is complete, against the advice of their health care provider. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് ലാമ, ഡാമ, സാമ കേസുകളൊക്കെ പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെയുള്ള ഒരു ഡിസ്ചാർജ് ആണ് ഇത് AMA ഡിസ്ചാർജ്, അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അതായത് എന്താണ്, എങ്ങനെയാണ് രോഗികള് അവരുടെ എന്താണ് അവർക്ക് ഡിസ്ചാർജ് വേണം എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ഡിസ്ചാർജ് ചെയ്തു പോകുന്ന അതിനെയാണ് നമ്മൾ AMA ഡിസ്ചാർജ് അല്ലെങ്കിൽ അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറയുന്നത്. Okay, in AMA discharge may occur for a variety of reasons. ഇനി എത്തരത്തിലുള്ള റീസൺസ് ആണ് ഈ AMA ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ടത് നോക്കിയേ. ഇൻക്ലൂഡിങ് എ ഡിസൈർ ടു ലീവ് ദ ഹോസ്പിറ്റൽ ഏർലി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ചില പ്രായമായവരുണ്ടാവും, അവരൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും എന്താണ് അങ്ങനെ കിടപ്പ് അങ്ങനെ കിടക്കാൻ പറ്റില്ല. അവര് പറയാറുണ്ട് അല്ലെ, നിങ്ങളുടെ വീട്ടിലായാലും പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരാണ് അല്ലെ, ഇപ്പൊ മുറിയിൽ അടച്ചിട്ടൊന്നും കിടക്കാനായിട്ട് അവർക്ക് പറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണം, രണ്ടാൾക്കാരോട് വർത്താനം പറയണം അല്ലെ, അങ്ങനെയുള്ളവരാണ് പ്രായമായവർ എന്ന് പറയുന്നത്. അപ്പൊ അവരെ ഇങ്ങനെ നമ്മള് ഒരു മുറിയിൽ അടച്ചിട്ട് ഇങ്ങനെ നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് ദേഷ്യം വരും, ഈർച്ചയൊക്കെ തോന്നാറുണ്ട്. ഇപ്പൊ എന്റെ മദറിലോ തന്നെ ICUവിൽ കിടന്നപ്പോ പറയാറുണ്ട്, എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ, എന്നെ ഒന്ന് ഇവിടെ റൂമിലോട്ടാക്കി 4 ആൾക്കാരെ കണ്ടിരിക്കാലോ, വർത്താനം പറയാനോ എന്നൊക്കെ പറയാറുണ്ടായിരുന്നു ആള്. അപ്പൊ അതാണ് പ്രായമായവര് ചിലപ്പോ വാശി പിടിക്കും, എനിക്ക് ഇവിടുന്ന് പോണം, അല്ലെങ്കിൽ ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് പോകണം. അപ്പൊ അങ്ങനെയുള്ള പ്രായമായ അമ്മാമ്മമാരുണ്ടാവും, അപ്പന്മാരൊക്കെ ഉണ്ടാവും. അവർക്ക് എന്താണ് ഇങ്ങനെയുള്ള സ്റ്റേ ഒന്നും പറ്റില്ല, ഹോസ്പിറ്റലിൽ കിടപ്പിൽ കിടക്കാനൊന്നും പറ്റില്ല. അവരൊന്ന് രോഗം മാറി അല്ലെങ്കിൽ രോഗത്തിൽ ഇപ്പൊ ഒരു ഇൻക്രീസ് അല്ലെങ്കിൽ എന്താണ് ഒന്ന് കണ്ടീഷൻ ഇത്തിരി ബെറ്റർ ആയി തുടങ്ങുമ്പോഴത്തേനും അവർക്ക് തുടങ്ങും എന്താണ് ഇവിടെ കിടക്കണ്ട, അല്ലെങ്കിൽ വീട്ടിലേക്ക് പോവാലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിലപ്പോ ഒച്ചപ്പാട് ബഹളമൊക്കെ ആയിരിക്കാം ഇല്ലേ. അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതാണ് ലീവ് ടു ദ ഹോസ്പിറ്റൽ ഏർലി എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഡിസ്എഗ്രിമെന്റ് വിത്ത് ദ റെക്കമെൻഡഡ് ട്രീറ്റ്മെന്റ് പ്ലാൻ. ഇനി ചില ആളുകൾക്ക് എന്താണ് ഇപ്പൊ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ അവര് ഈ രോഗികൾ വിചാരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ഇപ്പോ മരുന്നുകൾ കഴിക്കുന്നുണ്ട്, ഗുളികകൾ കഴിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പല മെഡിസിനുകളും നമ്മൾ ഇൻജെക്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ ബെറ്റർ ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ രോഗിക്ക് തോന്നുകയാണ് എന്താണ് എനിക്ക് ഇപ്പോ വീട്ടിൽ നിന്ന് വന്ന പോലെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ലല്ലോ, ഫിസിക്കൽ കണ്ടീഷനിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല, എനിക്കൊരു ചേഞ്ച് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, പിന്നെ എന്തിനാണ് ഞാൻ ഇവിടെ അഡ്മിറ്റ് ആയി കിടക്കുന്നത് ഇല്ലേ. പലർക്കും പല എക്സ്പീരിയൻസ്, പല ആളുകൾ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് ചേഞ്ചസ് ഒന്നുമില്ല, വീട്ടിൽ നിന്ന് വന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും എന്റെ അസുഖം നിൽക്കുന്നത്, മാറുന്നില്ല, ഒരു കുറവില്ല ഇല്ലേ. പല മരുന്നുകൾ കഴിക്കുന്നുണ്ട്, പല മെഡിസിൻസും കഴിക്കുന്നുണ്ട്, എന്നിട്ടും ഒരു കുറവില്ല, പിന്നെ എന്തിനാണ് എന്നെ ഇവിടെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത്, എനിക്ക് വീട്ടിലേക്ക് പോവാലോ. അങ്ങനെ ഉള്ളൊരു കാര്യമാണ് ഡിസ്എഗ്രിമെന്റ് വിത്ത് ദ റെക്കമെൻഡഡ് ട്രീറ്റ്മെന്റ് പ്ലാൻ. അതുപോലെ തന്നെയാണ് ഓർ ഡിഫക്റ്റ് വിത്ത് ദ ക്വാളിറ്റി ഓഫ് കെയർ. ഇനി എന്താണ് ചില ഹോസ്പിറ്റലുകളിൽ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കിട്ടാത്തൊരവസ്ഥ അല്ലെ, ക്വാളിറ്റി ഓഫ് കെയർ ഗുണനിലവാരമുള്ള കെയർ കിട്ടാത്തൊരവസ്ഥ. അതുപോലെ തന്നെ ഇപ്പോ ചില എന്താണ് രോഗങ്ങളൊക്കെ ഡയഗ്നോസിസ് ചെയ്യുമ്പോൾ തെറ്റായിട്ട് ഡയഗ്നോസിസ് ചെയ്ത് തെറ്റായിട്ടുള്ള മരുന്നുകൾ കൊടുക്കുമ്പോൾ വേറെ പല രോഗങ്ങളും ഉണ്ടാകാം ഇല്ലേ. ഇപ്പോ എന്താണ് സോഡിയം കുറവിന് മരുന്ന് കൊടുത്തു, അങ്ങനെ മരുന്നൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേനും ചിലപ്പോ എന്താണ് ഷുഗർ കൂടാം അല്ലെ. ആ ഷുഗറിനുള്ള മരുന്ന് കൊടുത്തു കഴിയുമ്പോഴത്തേനും ചിലപ്പോ എന്താണ് പൊട്ടാസ്യം കുറയാം, പിന്നെ അതുപോലെ തന്നെ കിഡ്നി കംപ്ലൈന്റ് വരാം, മൂത്രത്തിൽ പഴുപ്പ് വരാം അല്ലെ. അങ്ങനെയുള്ള പല എന്റെ മദറിനൊക്കെ അങ്ങനെയായിരുന്നു. മരുന്ന് ഇപ്പൊ സ്ട്രോക്കിനും അതുപോലെ തന്നെ ഹാർട്ടിനും മരുന്ന് കൊടുത്തു, പിന്നെ അത് കൊടുത്ത് ലാസ്റ്റ് ഇങ്ങനെ സോഡിയം കുറഞ്ഞു, അതുപോലെ തന്നെ കിഡ്നി കംപ്ലൈന്റ് വന്നു, മൂത്രത്തിൽ പഴുപ്പ് വന്നു, യൂറിൻ ഇൻഫെക്ഷൻ വന്നു, അങ്ങനെ പല അസുഖങ്ങളായിട്ടാണ് ആളിപ്പോ മരണപ്പെട്ടത്. അപ്പൊ അങ്ങനെയുള്ള പല രോഗങ്ങളും എന്താണ് നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള കെയർ കൊടുക്കാത്തത് കൊണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയും എന്താണ് ഡിസ്ചാർജ് വാങ്ങിയിട്ട് ആളുകൾ പോവാം. അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള ഡയഗ്നോസിസ് ചെയ്തിട്ട് രോഗം ഇതാണ് എന്ന് ചിലപ്പോ അതൊന്നും അങ്ങനെയുള്ള രോഗങ്ങളൊന്നും ഉണ്ടാവില്ല, രോഗം ഇതാണെന്ന് പറഞ്ഞിട്ട് ആൾക്ക് മരുന്ന് കൊടുത്ത്
അങ്ങനെ ആളെ ലോ ലെവലിലേക്ക് കൊണ്ടുപോകാം. അതൊക്കെ എന്താണ്, ക്വാളിറ്റി ഇല്ലാത്ത കെയറിലൂടെയാണ് പോകുന്നത് അല്ലേ. അതാണ്. അപ്പൊ ഇതൊക്കെയാണ് കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് പേഷ്യൻസോ അല്ലെങ്കിൽ അവരുടെ ഫാമിലീസോ നിർബന്ധിപ്പിച്ച് ഡിസ്ചാർജ് വാങ്ങി ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നുണ്ട്. അതാണ് AMA ഡിസ്ചാർജിന്റെ റീസൺസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അത്രയും ഒന്ന് വായിച്ചു നോക്കിയേ. AMA ഡിസ്ചാർജ് എന്താണ്, അതുപോലെ തന്നെ റുട്ടീൻ ഡിസ്ചാർജ് എന്താണെന്നുള്ളതൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് AMA ഫോംസ് കണ്ടെയ്ൻസ് നോക്കാം. വായിച്ചത് ഞാൻ പറയാം കേട്ടോ. ഓക്കെ,
അപ്പോ നെക്സ്റ്റ് നോക്കാം. EMA ഫോം കണ്ടെയ്ൻസ് നമ്മൾ പറഞ്ഞിരുന്നു, നിർബന്ധിപ്പിച്ച് ഡോക്ടറുടെ കയ്യിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോകുന്ന പേഷ്യൻസ് അവിടെ എന്ത് സൈൻ ചെയ്ത് കൊടുക്കണം? എന്താ കൊടുക്കേണ്ടേ? എന്ത് കൊടുക്കണം? വെറുതെ പോവാൻ പറ്റോ? ഒരു സമ്മതപത്രം, കൺസെന്റ് ഫോം നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കണം അല്ലെ? അതന്നെ, ഫോം ഫിൽ ചെയ്യണം. ഓക്കെ, ആ ഫോമിന്റെ ഒരു മാതൃകയാണ്, അതിന്റെ മോഡലാണ് അവിടെ തന്നിരിക്കുന്നത്. EMA form contains, I am leaving the hospital ward against the medical advice. Doctor explained to me about my disease condition and ill effect of discharge medical advisor. Doctors, hospital and staff will not be responsible for any ill effect that may happen after my departure. Okay. അവിടെ എന്താണ് നമ്മൾ പറഞ്ഞു, പേഷ്യൻസിന് അവരുടെ ഇഷ്ടപ്രകാരം ഡിസ്ചാർജ് വാങ്ങി പോവുകയാണ്. അപ്പൊ അവിടെ ഒരു എന്താണ് സമ്മതപത്രം, ഒരു കൺസെന്റ് ഫോം ഫിൽ ചെയ്ത് കൊടുക്കും അല്ലെ? അതിന്റെ ഒരു മാതൃകയാണ് നമ്മളവിടെ വാങ്ങിച്ചത്. അതിന്റെ ഉള്ളടക്കം എന്താണ്? അവിടെ ഞാൻ വൈദ്യോപദേശത്തിന് എതിരായിട്ട് ആശുപത്രി വിടുകയാണ്. എന്റെ രോഗാവസ്ഥയെ കുറിച്ചും അതുപോലെ തന്നെ ഡിസ്ചാർജ് മെഡിക്കൽ ഉപദേശത്തിന്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ചും ഡോക്ടർ എന്നോട് വിശദീകരിച്ചു എന്നുള്ളതാണ് അതിന്റെ ഒരു പാരഗ്രാഫിൽ അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അതിന്റെ ഫോമിൽ ഫിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? നെയിം ഓഫ് ദി പേഷ്യന്റ് ഓർ റിലേറ്റീവ്സ്. ഓക്കെ, പേഷ്യന്റിന്റെ പേരോ അല്ലെങ്കിൽ റിലേറ്റീവിന്റെ പേര് അവിടെ എഴുതാം. അതുപോലെ തന്നെ റിലേഷൻ എന്താണ്, സിഗ്നേച്ചർ, ഡേറ്റ്, ടൈം, അത്തരം കാര്യങ്ങൾ അവിടെ ഫിൽ ചെയ്ത് നമ്മൾ കൊടുക്കേണ്ടതാണ്. ഇനി നെക്സ്റ്റ് ആണ് ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. Either as the referral or as by patient request to transfer to another healthcare facility, refer to the process of moving a patient from a hospital or healthcare facility to another, usually for a purpose of getting specialized medical care or services that are not available at the present facility. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞു? ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് അല്ലേ? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് മറ്റു ഹോസ്പിറ്റലിലേക്ക്, ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ട് വേറൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത് കൊടുക്കുന്നത്? അവിടെ എന്തെങ്കിലും ഫെസിലിറ്റീസിന്റെ കുറവ് മൂലം അല്ലെ? അവിടെ അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസിന്റെ കുറവ് മൂലം, ക്രിട്ടിക്കൽ ആയിട്ടാണെങ്കിൽ ഫെസിലിറ്റീസോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല ചിലപ്പോ, അതുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാവാം. അല്ലെങ്കിൽ എന്താണ്, സ്പെഷ്യലൈസ്ഡ് കെയർ ആവശ്യമുള്ള രോഗികളാണെങ്കിൽ അങ്ങനെയും നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഫിസിഷ്യനോ ആരെങ്കിലും ഒക്കെ റെഫർ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഒക്കെ റെഫർ ചെയ്യുകയാണെങ്കിൽ അല്ലെ, മറ്റു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് റെഫർ ചെയ്യുകയാണെങ്കിലും നമ്മൾ ഇത് ചെയ്യുന്നത് വേറൊരു ഹോസ്പിറ്റലിലേക്ക് രോഗികളെ കൊണ്ടുപോകുന്നുണ്ട്. The transfer may be arranged by the healthcare provider or hospital where the patient is presently receiving care, or it may be requested by the patient or their family due to valid reasons. A physician's referral form is used to refer patients to a specialist for medical treatment while transferring to another hospital. ഇനി അനദർ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ എന്താണ്, ഇപ്പോ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു, അനദർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇവിടുത്തെ ഫിസിഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റെഫറൽ ഫോം നമ്മുടെ കയ്യിൽ തന്നു വിടാറുണ്ട് ഇല്ലേ? എക്സ്പീരിയൻസ് ഉണ്ടോ ആർക്കെങ്കിലും? എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ നമ്മൾ കൊണ്ടുവന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ ഇവിടെ പറ്റില്ല, ആളെ ഇവിടെ എടുക്കാൻ പറ്റില്ല, അഡ്മിറ്റ് ആക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴത്തേനും നമ്മൾക്ക് എന്താണ് അവര് പറയും, അവിടുത്തെ ആളുകൾ പറയും, അല്ലെങ്കിൽ നഴ്സുമാരോ ഡോക്ടേഴ്സ് പറയും, ഈ രണ്ട് ഓപ്ഷൻ ആണ്, ഒന്നല്ലെങ്കിൽ ലിസി ഹോസ്പിറ്റൽ അല്ലെങ്കിൽ അമൃത ഹോസ്പിറ്റലിലോട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ഏതെങ്കിലും ചൂസ് ചെയ്യാം. അവിടുന്ന് തന്നെ നമുക്ക് ആംബുലൻസും കാര്യങ്ങളൊക്കെ തന്നു വിടും. എന്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ തരും. അതുപോലെ തന്നെ എന്താണ്, ഇവര് ഒരു റെഫറൽ ഫോം തരും. ഓക്കെ, ആ റെഫറൽ ഫോമില്
എന്തൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഫിസിഷ്യൻ ഒരു റെഫറൽ ഫോം തരും. അപ്പുറത്തെ നമ്മൾ എവിടേക്കാണോ കൊണ്ടുപോകുന്നത് അവിടുത്തെ ഹോസ്പിറ്റലിലെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന് അത് കൊടുക്കാനായിട്ട്. ഓക്കെ, ഈ റെഫറൽ ഫോമിൽ എന്തൊക്കെ ഉണ്ടാവും? പറയാൻ പറ്റുമോ? എന്തൊക്കെ ഉണ്ടാവും? ഓക്കെ, കറന്റ് സ്റ്റാറ്റസ് ഓഫ് പേഷ്യൻസ്, മെഡിക്കൽ ഹിസ്റ്ററി, പിന്നെ നെയിം, കറന്റ് പേഷ്യന്റ് ഹെൽത്ത്, പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ്, പേഷ്യൻസിന്റെ പേര്, അവർക്ക് കൊടുക്കുന്ന മെഡിക്കൽ ഹിസ്റ്ററിയിലെല്ലാം ഉണ്ടാവുമല്ലോ, മരുന്നിന്റെ കാര്യങ്ങള്, ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ് ചെയ്തത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ റെഫറൽ ഫോമിൽ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ എന്താണ്, നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു, ആ പേഷ്യൻസിനെ ഈ ഹോസ്പിറ്റലിൽ എടുക്കാൻ പറ്റില്ല, അഡ്മിറ്റ് ആക്കാൻ പറ്റില്ല, അത്തരത്തിലുള്ള ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒന്നും ഈ ഹോസ്പിറ്റലിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഇവരെവിടേക്ക് റെഫർ ചെയ്യും? മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടുത്തെ ഫിസിഷ്യൻ ഒരു റെഫറൽ ഫോം നമുക്ക് തന്നുവിടും. ആ റെഫറൽ ഫോം എന്ത് ചെയ്യുന്നുണ്ട്? അവിടുത്തെ സ്പെഷ്യലിസ്റ്റ് നമ്മൾ റിസീവ് ചെയ്യണം, നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം. അതുപോലെ തന്നെ ആ റെഫറൽ ഫോമിൽ എന്തൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്? പേഷ്യൻസിന്റെ നെയിം, ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണ്, അവർക്ക് കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്, മെഡിസിന്റെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാവും. ഓക്കെ, ക്ലിയർ ആണോ? ട്രാൻസ്ഫർ ടു അനദർ ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് 4ാമത്തെ കാര്യമാണ് എന്ത്? ഡിസ്ചാർജ് ടു ഹോസ്പൈസ് ഓർ പാലിയേറ്റീവ് കെയർ. എന്താണ് പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ? എന്താ പാലിയേറ്റീവ് കെയർ? നമ്മൾ ഇൻട്രൊഡക്ഷനിലൊക്കെ പഠിച്ചതാണല്ലോ. ഹോസ്പൈസ്. എന്താണ് ഹോസ്പൈസ് എന്ന് പറഞ്ഞാല്? അഭയ കേന്ദ്രം അല്ലേ? പഠിച്ചില്ലേ നമ്മള്? ഓർമ്മയില്ലേ? ഓക്കെ, അഭയ കേന്ദ്രം, ലോങ് സ്റ്റേ. നോക്കാം. Discharge to hospice or palliative care means the process of transferring a patient from a hospital or health care facility to a specialized program or facility that provides end of life care for patient with a serious or terminal illnesses. അപ്പൊ എന്താ അവിടെ പറയുന്നത്? ഒരു എന്താണ്, ഗുരുതരമായതോ അല്ലെങ്കിൽ മാരകമായിട്ടുള്ള അസുഖങ്ങളുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ ജീവിത അവസാനം വരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതിനെയാണ് പാലിയേറ്റീവ് കെയർ അല്ലെങ്കിൽ ഹോസ്പൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അഭയ കേന്ദ്രം. ഇപ്പൊ കിടപ്പ് രോഗികൾ ഉണ്ടാവും, അതുപോലെ തന്നെ അനാഥരായിട്ടുള്ള രോഗികളൊക്കെ ഉണ്ടാവില്ല, ആരും നോക്കാനില്ലാത്തവര്, അവരൊക്കെ എവിടേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങൾ വരുമ്പോ അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോ അവരെ നോക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ ജീവിത അവസാനം വരെ സ്പെഷ്യലൈസ്ഡ് കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ എവിടേക്ക് മാറ്റുന്നു? ഒരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് ഹോസ്പൈസ് എന്ന് പറയുന്നത്. ഡിസ്ചാർജ് ടു ഹോസ്പൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അശോക്കെ അതിന്റെ ഫോമിന്റെ മാതൃക, അതുപോലെ തന്നെ എന്താണ് ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ഡിസ്ചാർജ് ടു ഹോസ്പൈസ്. അയച്ചു നോക്കാം കേട്ടോ.
അയച്ചു കഴിഞ്ഞാൽ പറയാം കേട്ടോ. നെക്സ്റ്റ് നോക്കാം. Things you can implement right way, a way to remove the obstacles in your discharge process and improve revenues. Administration must ensure. നമ്മൾ പഠിക്കുന്ന എല്ലാ ഓരോ ചാപ്റ്ററിലും എന്താണ് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ അല്ലെ. ഡിസ്ചാർജ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? എഫിഷ്യന്റ് ബില്ലിംഗ് സിസ്റ്റം. ഓക്കെ, ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പോകുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ബില്ലിംഗ് സിസ്റ്റം അല്ലെ, കറക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ചാർട്ട് ആൻഡ് മെഡിക്കൽ റെക്കോർഡ്സ്, പേഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സുകൾ, അതുപോലെ തന്നെ മരുന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചാർട്ടുകൾ അല്ലെ, അത് ഇലക്ട്രോണിക്കലി നമ്മൾ റെക്കോർഡ് ചെയ്തത് കറക്റ്റ് ആയിരിക്കണം. അതുപോലെ എന്താണ് ഡിസ്ചാർജ് പ്ലാനിങ് ഡ്യൂറിംഗ് അഡ്മിഷൻ. എന്താണ് ഈ രോഗിയുടെ അഡ്മിഷൻ എടുക്കുന്ന ദിവസത്തിലാണ് ഡിസ്ചാർജ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താ ഇംപ്രൂവ് കെയർ കോർഡിനേഷൻ. അതുപോലെ തന്നെ നല്ലൊരു കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് രോഗികൾക്ക് കെയർ കൊടുക്കേണ്ടത് അല്ലെ. ഇപ്പൊ ഡോക്ടർമാര് മാത്രം കെയർ കൊടുത്താൽ നല്ല രീതിയിലുള്ള ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടുമോ? ഇല്ല, നഴ്സുമാര് വേണം. അതുപോലെ തന്നെ മറ്റു ടെക്നിക്കൽ സ്റ്റാഫുകൾ, മെഡിക്കൽ സ്റ്റാഫുകൾ എല്ലാവരും കൂടി കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിച്ചാൽ മാത്രമാണ് രോഗിക്ക് നല്ല രീതിയിലുള്ള ക്വാളിറ്റി കെയർ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് നല്ല രീതിയിൽ ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഒരു ബെറ്റർ കണ്ടീഷൻ ആക്കി രോഗിയെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും അല്ലെ. ബെറ്റർ ബെഡ് മാനേജ്മെന്റ് അറിയാലോ, ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ടതാണ്. Ensure discharge medications reach the one as soon as possible. ASAP എന്ന് പറഞ്ഞാല് അതിന്റെ ഫുൾ ഫോം ആണ് as soon as possible. As soon as possible. ഓക്കെ, അപ്പൊ ഡിസ്ചാർജിന്റെ സമയത്ത് മെഡിക്കേഷൻസ് വീട്ടിലേക്ക്, മെഡിസിനുകൾ എന്ത് ചെയ്യണം? നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകണം അല്ലെ. അപ്പോ വീട്ടിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഇത്രയും പെട്ടെന്ന് ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ രോഗി എവിടെയാണുള്ളത്, വാർഡിലാണെങ്കിൽ വാർഡിലേക്ക്, അല്ലെങ്കിൽ റൂമിലാണെങ്കിൽ റൂമിലേക്ക് നമ്മൾ എത്തിക്കണം. അതാണ് അവിടെ പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? വീട്ടിലേക്ക് ഡിസ്ചാർജിന്റെ സമയത്ത് അതിന്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ശേഷം രോഗിക്ക് മരുന്നുകൾ വീട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ വാർഡിലാണെങ്കിൽ വാർഡിലേക്ക് ഇത്രയും പെട്ടെന്ന് മരുന്നുകൾ എത്തിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ, കറക്റ്റ് ആയിട്ടുള്ള പ്രോസസ്സിലൂടെയാണോ പോകുന്നത് എന്നുള്ളത് അഡ്മിനിസ്ട്രേഷൻ എൻഷുർ ചെയ്യേണ്ട, ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ്. ഏതൊക്കെയാണ് പറഞ്ഞത്? എഫിഷ്യന്റ് ബില്ലിംഗ് സിസ്റ്റം, ഇലക്ട്രോണിക് ചാർട്ട് ആൻഡ് മെഡിക്കൽ റെക്കോർഡ്സ്, ഡിസ്ചാർജ് പ്ലാനിംഗ് ഡ്യൂറിംഗ് അഡ്മിഷൻ, ഇംപ്രൂവ് കെയർ കോർഡിനേഷൻ, better bed management, ensure discharge medication reaches at the
work as soon as possible. Okay, Anchuki. ക്ലിയർ ആണോ ഇത്രയും ഭാഗങ്ങള്? ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും വെച്ചിട്ട് നിർത്താം. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പോ ഇത്രയും വരെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ഓക്കെ ഓക്കെ, താങ്ക് യു.